ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വി.ഡി. സതീശനെ വെല്ലുവിളിക്കുകയാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ചുണയുണ്ടെങ്കിൽ നാളെ കോടതിയിൽ തെളിവ് ഹാജരാക്കട്ടെ എന്ന വെല്ലുവിളി. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണത്തിൽ നിയമ നടപടിയുമായി കടകംപള്ളി മുന്നോട്ട് പോകുന്നു. അപ്പോഴും കോടതിയിൽ ഈ വ്യവഹാരം നടക്കുമ്പോഴും തെളിവുകൾ പ്രതിപക്ഷ നേതാവ് ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആര്യ, കടകംപള്ളി സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: സതീശ, ചുണയുണ്ടെങ്കിൽ താൻ കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകൾ നാളെ കോടതിയിൽ ഹാജരാക്ക്, കോടതിയും ജനങ്ങളും കാണട്ടെ എന്നാണ്. ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ കടകംപള്ളി സുരേന്ദ്രനെ പ്രകോപിപ്പിച്ചത് ഇന്നലെ തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ നടന്ന ചില നടപടികളാണ്. അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് പ്രതിവാദങ്ങൾ നടക്കുകയാണ്. ഇന്നലെ ആ കേസ് പരിഗണിച്ചപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ അഭിഭാഷകൻ ചില വാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. തൻ്റെ കക്ഷിയെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് സതീശനെ വിലക്കണം എന്ന് കോടതിയോട് പുതിയൊരു ആവശ്യം ഉന്നയിച്ചു. മാത്രമല്ല, നേരത്തെ തനിക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് സതീശൻ ഇതുവരെ തെളിവ് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്നുള്ള വാദവും ഉന്നയിച്ചു. അപ്പോൾ ഇത് സംബന്ധിച്ച് വാർത്ത പുറത്ത് വന്നപ്പോൾ അതിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ വാദം അത് തന്നെ സ്വർണ്ണക്കൊള്ളക്കാരൻ എന്ന് വിളിക്കുന്നതിൽ നിന്ന് സതീശനെ വിലക്കണം എന്നുള്ളൊരാവശ്യം അഭിഭാഷകൻ ഉന്നയിച്ചു എന്ന രീതിയിലാണ്. എന്നാൽ പിന്നീട് കടകംപള്ളിയുടെ വിശദീകരണം വന്നു. അങ്ങനെയല്ല താൻ ഉന്നയിച്ചത്, തുടർ ആരോപണങ്ങളിൽ നിന്ന് വിലക്കണമെന്നാണ്, സ്വർണം കട്ടവനെന്ന പരാമർശം നടത്തിയിട്ടില്ല എന്നൊക്കെയാണ് കടകംപള്ളി വിശദീകരിച്ചത്. അപ്പോൾ ഇത് വാർത്തയായി കഴിഞ്ഞപ്പോൾ കടകംപള്ളി പറയുന്നത് ഈ എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നതിന് പിന്നിൽ ഒറ്റ കേന്ദ്രമാണ്, അത് സതീശൻ്റെ കേന്ദ്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അതിരൂക്ഷമായൊരു പ്രതികരണം ഫേസ്ബുക്കിലൂടെ കടകംപള്ളി സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും തനിക്കെതിരെയുള്ള ആരോപണത്തിന് സതീശന്റെ പക്കൽ തെളിവില്ല എന്നാണ് കടകംപള്ളി പറയുന്നത്. ആര്യ, ശരി. എന്തായാലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അരമണിക്കൂർ ആകുന്നതേ ഉള്ളൂ. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെന്തെങ്കിലും മറുപടി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയാം.